നിങ്ങൾ എന്താണോ റിപ്പീറ്റഡ്ലി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളതായി മാറും. സത്യമുള്ളവരായിരിക്കണം എന്ന് മാത്രം. അതായത് ഇച്ചിരിയൊക്കെ സമയം പാലിക്കണം, ഇത്രയൊക്കെ വാക്ക് പാലിക്കണം, ഇന്റഗ്രിറ്റി, ക്വാളിറ്റി വേണം, എങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. നമ്മളൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട്, വാക്കാണ് സത്യം, സത്യമാണ് ഗുരു, ഗുരുവാണ് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം. അപ്പൊ വാക്കും പ്രപഞ്ചവും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നമ്മളെല്ലാം പ്രപഞ്ചത്തിലുള്ള ഓരോരോ പീസുകളല്ലേ അല്ലേ? ഞാൻ ഒരു പീസ്, അതൊരു വേറൊരു പീസ്, വേറെ പീസ്, ഓരോ പീസുകളല്ലേ ഇതല്ല, പ്രപഞ്ചത്തിന്റെ ഓരോ അംശങ്ങളല്ലേ നമ്മളെല്ലാം. അപ്പൊ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ തട്ടിയൊരു ആഗ്രഹിച്ചാൽ നമുക്ക് തരും. ഇതില് ലവ് മാരേജ് ഉള്ള എത്ര പേരുണ്ട്? ലവ് മാരേജ് ഒരു ഒട്ടുമിക്ക ആൾക്കാർ. ഇതെങ്ങനെ ഈ ലവ് മാരേജ് ആദ്യം നടക്കുന്നത്? ഫസ്റ്റ് ആദ്യം നമ്മൾ ഒരാളെ കാണാൻ നേരത്ത് നേരെ ലവ് മാരേജ് നടക്കുവാണോ? സങ്കല്പങ്ങൾ ലോകത്തിലൂടെ കടന്നുപോയി അല്ലേ? നമ്മൾ അവരുമായി നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനെ പറ്റി ചിന്തിച്ച് നമ്മുടെ മനസ്സ് ആദ്യം എവിടെ എത്തും? പുറകെ ശരീരം എത്തണേ അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി ഹൈ ജമ്പ് ചാടുന്നൊരു പെങ്കൊച്ചുണ്ട്. അവള് ലോകത്തിൽ ഒളിമ്പിക് മെഡലിസ്റ്റ് ആണ്. അവൾ ഈ ഹൈ ജമ്പ് ചാടുമ്പോൾ, ഇതിന് മുകളിൽ ചാടുമ്പോൾ എങ്ങനെയാ നിങ്ങൾ ഇത്ര ഹൈറ്റ് ചാടണം എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞാണ്, ഞാൻ ആദ്യം എൻ്റെ മനസ്സെടുത്തെറിയും. മനസ്സെടുത്തെറിയുമ്പോൾ ശരീരം പുറകെ ചാടും. യു ഗോട്ട് ഇറ്റ്? അതാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പവർ. ഇതെല്ലാം ഉണ്ടായിട്ടാണ് നമ്മളിങ്ങനെ മൂലക്കിരിക്കുക, ഒരു സൈഡ് വന്നിട്ട് എനിക്കൊന്നുമില്ല ഈശ്വര, 5 പൈസ അക്കൗണ്ടിലില്ല, കാറ് കയറുന്ന് പറയുന്നതല്ലാതെ KSRTC അല്ലാതെ ഞാൻ വേറെ കാണുന്നില്ല, സ്വർണം തിളക്കം കണ്ടിട്ട് തന്നെ കാല് എത്രേ, എല്ലാം പണയത്തില്ല, സ്വപ്നം കാണാൻ ഞാൻ. അയാൾക്ക് കോട്ടം കിട്ട് പലതും പറയാം, എൻ്റെ കാര്യം എനിക്കല്ലേ അറിയുള്ളൂ. ഇതാരോട് പറയുക? എന്തിനാ പറയണേ? ഈ പറച്ചിലാണ് നമ്മളെ ഡിസെംപവർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ള ശക്തിയെ ഇല്ലാതെയാക്കുന്ന പ്രോസസ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യണത് നമ്മളെ ഇകഴ്ത്തി എല്ലാ കപ്പാസിറ്റിയോടും കൂടി സൃഷ്ടിച്ച സാധനത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് കിട്ടുന്നു എന്ന് മാത്രം. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞിട്ട് അയാള് കാരണമാ ഞാൻ ഇങ്ങനെ ആയ, ഇയാള് കാരണമാ ഞാൻ ഇങ്ങനെ ആയ, അങ്ങോട്ട് ചൂണ്ടും. ഈ ചൂണ്ടല് ദിങ്ങനെ ഒന്ന് ചൂണ്ടിയിട്ട് ഇയാള് കാരണമാ ഞാൻ ഇങ്ങനെ എന്ന് പറയുന്നോ അന്ന് തുടങ്ങും വളർച്ച. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ ജീവിക്കുന്ന നേരത്ത് എന്തിനു പഴിക്കുന്നു നാം വൃഥ. ഇതിപ്പോ ഉണ്ടാകും കേട്ടോ, അങ്ങനെയല്ല ശരി, അങ്ങനെയില്ല ശരി. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയതാ. മത്സരിക്കുന്ന എന്തിനാ വൃഥ എന്നാണ്. ഇത് മാറ്റി, ഇതെന്താ ഇപ്പോൾ പറഞ്ഞേ? നമ്മളെ എന്തിനാ ഈ ഇടയ്ക്ക് പഴിക്കണത്? ശരിയല്ലേ? വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞില്ലേ, ഇനിയല്ലേ അങ്ങോട്ട് കിടക്കണേ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മുടെ ലക്ഷ്യം ഇതുപോലൊരു തിരിനാളം ഉള്ളിൽ കൊളുത്തണം. പ്രതീക്ഷയുടെ ഒരു തിരുനാളം, ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന, സ്കിൽസ് കൊടുക്കുന്ന, നോളജ്, അറിവ് കൊടുക്കുന്ന, ശീലങ്ങൾ കൊടുക്കുന്ന, സ്ട്രാറ്റജികൾ കൊടുക്കുന്ന ഒരു തിരുനാളം നമ്മുടെ ഉള്ളിൽ കത്തിക്കണം. ഈ അഹം ബ്രഹ്മാസ്മി നേടിയിട്ടുണ്ടോ? അത് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രപഞ്ചം എന്ന് പറയുന്നതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഉള്ളി പ്രപഞ്ചം കൊണ്ട് നടക്കുന്നവൻ പണയത്തിലല്ല എന്ന് ചിന്തിച്ചാൽ നിന്റെ പ്രപഞ്ചം മുഴുവൻ പണയത്തിലും ആവും, നിന്റെ സുഹൃത്തുക്കളും പണയം വെച്ചന്മാരാവും. നോക്കിക്കേ, ജീവിതത്തിൽ നമ്മുടെ വൈബിനനുസരിച്ചുള്ള ആൾക്കാരെ നമുക്ക് ചുറ്റും വരുള്ളൂ. ആണോ അല്ലേ? ശരിയല്ലേ? നമ്മുടെ വൈബ് എന്താണോ ആ വൈബ് പിടിച്ച് ഇതെങ്ങനെ വരണേ? ഞാൻ കുറച്ച് ചിന്തകളിലൂടെ നിങ്ങളെ ആദ്യം കടത്തി വിടുകയാണ്. കാര്യം ഇത് ലീഡർഷിപ്പ് 360 ഡിഗ്രി വർക്ക്ഷോപ്പാണ്. സെയിൽസ് സ്കില്ല് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ലീഡർഷിപ്പ് സ്കില്ല് പഠിപ്പിക്കുന്നുണ്ട്, അതുകൂടാതെ കുറച്ച് മൈൻഡ് സെറ്റ് ലെവലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ ഇതിൻ്റെയൊക്കെ ബേസ് മനസ്സിലാക്കേണ്ടത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇത് പഠിക്കേണ്ടതല്ലേ? ആണോ? നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇത്? ഇല്ല. പക്ഷെ ഇത് ചിന്തിക്കണ്ടേ? നമ്മളിപ്പോ എവിടെയുള്ള? ഭൂമിയിലുള്ള
പക്ഷെ അത് ചിന്തിക്കാറുണ്ട്. എത്ര പേര് ചിന്തിക്കാറുണ്ട്? ഇനി നമ്മൾ ഭൂമി എവിടെ ഉള്ളേ? സോളാർ സിസ്റ്റത്തിലാണ് ഉള്ളേ. ഈ സോളാർ സിസ്റ്റം എവിടെ ഉള്ളേ? ഗാലക്സിയിലാണുള്ളത്. ഗാലക്സി എവിടെയുള്ളേ? പ്രപഞ്ചത്തിലാണുള്ളത്. പ്രപഞ്ചം എവിടെ ഉള്ളേ? മഹാപ്രപഞ്ചത്തിലുള്ളേ. പിന്നെ അങ്ങോട്ട് കിടക്കുക അറിയില്ല. നമ്മുടെ അകത്തോട്ട് നോക്കിയാലോ, ഒന്ന് ഈ കാണുന്ന ആള് എന്തത്? ശരീരം. പിന്നെ അതിനുള്ളില് അല്ല, അങ്ങനെയല്ല, വേറെ കൂടെ പറയേണ്ടി വരും. ഒന്ന് ഈ കാണുന്ന ഡ്രസ്സും വേഷവും, രണ്ട് അതില്ലാത്ത രൂപം, അതിന്റെ അകത്താണ് പിന്നെ മനസ്സ്. ശരിയല്ലേ? കറക്റ്റ്. വേറെന്താ ഉള്ളേ? ഇതിനപ്പുറം വേറൊരു സാധനം കൂടെ ഉണ്ട്. അതില്ലെങ്കിൽ നമ്മൾ എന്താ ഉള്ളേ? ജീവൻ. സ്പിരിറ്റ് എന്നോ ജീവൻ എന്നോ എനർജി എന്നോ എന്തോ വിളിച്ചോ, ആത്മാവെന്നോ എന്ത് പറഞ്ഞാലും ഒന്ന് തന്നെ, ആ എനർജി. കറക്റ്റ്. ഇനി അതിൻ്റെ അകത്ത് എന്താ ഉള്ളേ? അതും ഇങ്ങനെ കിടക്കുക. ഒരു ലീഡർ എന്ന് പറയുന്ന ആളൊരു പ്രപഞ്ചമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരു സൂര്യനായി മാറുമ്പോഴാണ് നിങ്ങൾ ലീഡർ ആവുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചുറ്റും ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം എല്ലാവരും വരും. ഇവരെയൊക്കെ ഓരോ സൂര്യന്മാരാക്കും, ഇവർ അടുത്ത പ്രപഞ്ചമായി മാറും. അതാണ് ഈ ബിസിനസ്. ആണോ അല്ലേ? ശരിയല്ലേ? അപ്പൊ ആദ്യം നമുക്കൊരു സൂര്യനാവണമെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? അബ്ദുൽ കലാം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് സൺ, യു ഹാവ് ടു ബേൺ ലൈക്ക് സൺ. സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ സൂര്യനെ പോലെ എരിയണം എന്ന് പറഞ്ഞ പണിയെടുക്കുക, പണിയെടുക്കുക, പണിയെടുക്കുക. പണിയെടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് ഉരുകി 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 കഴിയുമ്പോഴാണ് ഒരു സുപ്രഭാതം തൊട്ട് വെളിച്ചമായി മാറുന്നത്.